പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ദുരൂഹതയ്ക്ക് മരണം നടന്ന് ദിവസം ഇത്ര കഴിഞ്ഞിട്ടും ഒരു തുമ്പ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ ജെ സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ഇടപെടുന്നത് കേരളത്തിലെ ഒരു പോലീസ് കമ്മീഷണർ ഓഫീസ് തന്നെയാണോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഇനിയും പോലീസ് കേസിൽ പ്രതി ചേർത്തിട്ടില്ല. തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരിയാണ്. ഒരു കമ്മീഷണർ ഓഫീസിലാണ് ജോലി. അച്ഛൻ അഭിഭാഷകനാണെന്നുമാണ് റിപ്പോർട്ട്. ഗുരുവായൂരിനടുത്താണ് ഈ പെൺകുട്ടിയുടെ വീട്. നിലവിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നില്ലെന്നാണ് സൂചന. അറസ്റ്റിലായവരിലേക്ക് അന്വേഷണം ചുരുക്കാനാണ് സമ്മർദ്ദം. അതിനിടെ കോളേജ് ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ T ജയപ്രകാശും ആവശ്യപ്പെടുന്നുണ്ട്. ഇരുവരുടെയും സസ്പെൻഷൻ നല്ലത് തന്നെ. മരണത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ട്. ഇരുവരെയും കേസിൽ പ്രതിയാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു. പെൺകുട്ടിയെയും അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ എല്ലാം പോലീസ് വെറുതെ വിട്ടുവെന്നാണ് ആരോപണം. ഗൂഢാലോചനയിൽ പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട്. എന്നിട്ടും അന്വേഷണത്തിന്റെ ഭാഗമാകാത്തത് ദുരൂഹതയായി തുടരുകയാണ്. ഉറ്റ സുഹൃത്താണ് മരണത്തിൽ മുഖ്യ സൂത്രധാരനെന്നും ഇയാളെയും കേസിൽ പ്രതിയാക്കണമെന്നും സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായ 3 ദിവസവും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു. സിദ്ധാർത്ഥനെ ഫോണിൽ കിട്ടാതായപ്പോഴൊക്കെ ഇയാളെയാണ് വിളിക്കുക. പലപ്പോഴും നെടുമങ്ങാട്ടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മർദ്ദന വിവരം ഈ വിദ്യാർത്ഥിക്ക് നന്നായി അറിയാം. കോളേജിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇയാൾ തങ്ങളെ അറിയിച്ചില്ലെന്നതിൽ ദുരൂഹതയുണ്ട്. ഇയാളാണ് അവസാന നിമിഷം വരെ സിദ്ധാർത്ഥന്റെ ഫോൺ കൈകാര്യം ചെയ്തത്. ഇതുവരെ പേര് പുറത്തു വന്നിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ രാഷ്ട്രീയ നേതാവാണെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞിട്ടുണ്ട് എന്നും ജയപ്രകാശ് പറയുന്നു. SFI നേതാക്കളായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് സിദ്ധാർത്ഥിനെ വിവസ്ത്രനാക്കി മർദ്ദിച്ചു എന്നത് വ്യക്തമാണ്. അതേ രീതിയിൽ വിവസ്ത്രനായി തന്നെയാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ മൃതദേഹം കണ്ട ടോയ്ലറ്റും സിദ്ധാർത്ഥന്റെ മുറിയും തമ്മിൽ സാമാന്യം അകലമുണ്ടായിരിക്കെ വിവസ്ത്രനായി സിദ്ധാർത്ഥൻ നടന്നുവെന്ന് ആത്മഹത്യ ചെയ്തു എന്നതും വിശ്വസനീയമല്ല. പ്രത്യേകിച്ചും 2 ദിവസങ്ങളായി നിരന്തരം മർദ്ദനങ്ങളേറ്റ് അവശനിലയിലുള്ള ഒരാൾ. പോലീസ് രേഖകൾ പ്രകാരം വിവരം ലഭിച്ചു എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ മൃതദേഹം വൈത്തിരി ആശുപത്രിയിൽ നിന്നും ബത്തേരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ ഉദ്ദേശം 3:30 ക്യാമ്പസ് ഡീനിനെയും മറ്റു വിദ്യാർത്ഥികളെയും വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് സംഭവം സിദ്ധാർത്ഥന്റെ വീട്ടിൽ അറിഞ്ഞുവെന്ന് ആംബുലൻസ് ഡ്രൈവറിൽ നിന്നും ഡീനിന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫെബ്രുവരി 22 അനുശോചന യോഗം എന്ന പേരിൽ നടന്ന മുൻകരുതൽ യോഗത്തിലെ ഡീനിന്റെ പ്രസംഗവും ഞെട്ടിക്കുന്നതും ദുരൂഹതകൾ നിറഞ്ഞതും സംഭവത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിവാക്കുന്നതുമാണ്.